അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പേരെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്നെ പ്രിയമുള്ളവരെ സ്വലാത്തുകൾ നെയ്യത്ത് വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുക ചെറുപ്പക്കാരാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നെ പ്രിയമുള്ളവരെ പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളെന്നെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ എന്നെ പ്രിയമുള്ളവരെ കൂടെ പിറപ്പീങ്ങളതാ കളിയാക്കുകയോ, കുടുംബക്കാര് കൂട്ടുകാരന്റെ പ്രിയമുള്ളവരെ കളിയാക്കുകയാണ്. മുഹമ്മദേ നീ കള്ളനാടാ, മുഹമ്മദേ ചമ്മാടിയാടാ, മുഹമ്മദേ മോശത്തരമാണ് പറയുന്നത്, മുഹമ്മദ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പറ്റിയിട്ട് നീയതാ കള്ളങ്ങളാണ് പറയുന്നത്, മുഹമ്മദേ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ എന്നെ പ്രിയമുള്ളവരെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറയുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോ ഒരുപാട് ആളുകൾ എന്നെ പ്രിയമുള്ളവരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഹംസ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവര് ഒരുപാട് ത്യാഗങ്ങളിലൂടെ ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് മക്കയുടെ തിരുവോരത്തിലൂടെ കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾക്ക് എന്റെ പ്രിയമുള്ളവരെ സമ്മാനമായിട്ട് അല്ലാഹു കൊടുത്തതെന്തോ, അല്ലാഹു കൊടുത്തതെന്തോ, അല്ലാഹു സമ്മാനമായി നൽകിയതെന്തോ അല്ലാഹുവിന്റെ ഖുർആനാ. 6000ഓളം ആയത്തുകളുള്ള 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രിയമുള്ളവരെ കൊടുക്കുകയാ. ഈ മഹനീയമാകുന്ന സദസ്സിൽ വന്നിരിക്കുന്നവരോട് പറയുകയാണ്, ഈ മഹനീയമാകുന്ന കളത്തൂര് ജാറത്തിന്റെ പരിസരത്ത് നടക്കുന്ന ഈ ഉറൂസിൽ കടന്നു വന്നിരിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, എല്ലാ ദിവസവും ഖുർആൻ എടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു പേജെങ്കിലും ഓതുന്ന, ഒരു ജുസുവെങ്കിലും ഓതുന്ന എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ആ ഖുർആനിലെ ഒരു ആയത്തിന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതുണ്ട്. ആ ഖുർആനിലെ എന്റെ പ്രിയമുള്ളവര് ഒരുപാട് അത്ഭുതങ്ങൾ പടച്ചു തമ്പുരാന് പറഞ്ഞു തരുന്നുണ്ട്. ആ ഖുർആനിലെ ഒരു ആയത്തിനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. ഏതെന്നറിയോ, ഏതെന്നറിയോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ഖുർആനിലൂടെ പടച്ചവൻ പറയുകയാണ്, 5 കാര്യങ്ങളുണ്ട് മോനെ, 5 കാര്യങ്ങളുണ്ട് മോനെ, 5 കാര്യങ്ങളുണ്ട് പെങ്ങള്. അത് പടച്ചവന് മാത്രം അറിയാകുന്നതാ. ഏത് ഡോക്ടർമാര് കടന്നു വന്നാലും, ഏത് എഞ്ചിനീയർമാര് കടന്നു വന്നാലും, ഏത് ഉസ്താദുമാരെ കടന്നു വന്നാലും അവർക്കൊന്നും എന്റെ പ്രിയമുള്ളവര് ഈ 5 കാര്യങ്ങളുണ്ടല്ലോ അറിയൂല. 5 കാര്യങ്ങളാ, 5 കാര്യങ്ങളാ. അതിലൊന്നാമത്തതെന്തോ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. ഈ ലോകം എന്റെ പ്രിയമുള്ളവരെ അവസാനിക്കുന്നത് എന്നാണെന്ന് വേറെ ഒരാൾക്കും അറിയൂല, വേറെ ഒരാൾക്കും അറിയൂല. ഇൽമുസ്സാഅ. എന്റെ പ്രിയമുള്ളവരെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ സൂറെന്ന് പറയുന്ന
കാഹളത്തില് ഏത് സമയത്താണ് ഊതുന്നതെന്ന് ഒരാൾക്കും അറിയൂല, ഒരാൾക്കും അറിയൂല. അറിയുന്നതാരാ? അല്ലാഹ്, അല്ലാഹുവിന് മാത്രമാണ് അറിയാകുന്നത് പ്രിയമുള്ളവര്. രണ്ടാമത്തത് എന്തെന്നറിയോ? വയുനസ്സിലുൽ ഉയ്സാ, ഈ മനോഹരമാകുന്ന ജാറത്തിന്റെ ഉറൂസിന് കടന്നു വന്നിരിക്കുന്നവര്, ഈ മഹാന്റെ ഉറൂസിന് വേണ്ടി കടന്നിരിക്കുന്നവര്, ഈ മഹാനെ എതിർക്കുന്നവര്, ഈ മഹാനെ കുറ്റം പറയുന്നവര്, ഇവിടെ ഉറൂസ് നടക്കുമ്പോ ഇതിനെതിരെ ഉളുപ്പില്ലാതെ, നാണമില്ലാതെ, തന്റെ ഇടമില്ലാതെ, ഇസ്സത്തില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് പല പ്രവർത്തനങ്ങളും എന്റെ പ്രിയമുള്ളവരെ നടത്തുമ്പോൾ എടാ പഠിച്ചുകൊള്ളുക, പടച്ച തമ്പുരാൻ നിനക്ക് അദാബ് തരുന്നതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയനസ്സിലുൽ ഉയ്സാ, ഈ ആകാശത്ത് നിന്ന് മഴത്തുള്ളികള് എപ്പോഴാണ് ഭൂമിയിലേക്ക് പതിക്കുന്നതെന്ന് ഒരാൾക്കും അറിയൂല, ഒരാൾക്കും അറിയൂല. വയനസ്സിലുൽ ഉയ്സാ, ഈ സദസ്സിൽ എന്റെ പ്രിയമുള്ളവരെ വഅദിന് കടന്നു വന്നപ്പോ ഇവിടെ മഴ പെയ്തല്ലോ, ഇതാർക്കും അറിയൂല ചെറുപ്പക്കാരാ. ഇവിടുത്തെ തങ്ങൾ ഉസ്താദിന് അറിയൂല ചെറുപ്പക്കാരാ, ഇവിടുത്തെ പരിപാലകർക്ക് അറിയൂല ചെറുപ്പക്കാരാ, ഇവിടെ ഇരിക്കുന്ന ഉമറാക്കൾക്ക് അറിയൂല ചെറുപ്പക്കാരാ. മഴ പെയ്യിക്കുന്നതാരാ? അല്ലാഹ്. മൂന്നാമത്തത് എന്തെന്നറിയോ? വയഅലമു മാ ഫിൽ അർഹാം, നിന്റെ ഭാര്യയുടെ വയറ്റിന്റെ ഉള്ളിന്റെ ഉള്ളറയില് കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ പ്രിയമുള്ളവരെ ഗർഭിണിയാകുമ്പോ നിന്റെ ഭാര്യയുടെ ഗർഭത്തിന്റെ ഉള്ളില്, നിന്റെ ഭാര്യയുടെ വയറ്റിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ആണാണോ പെണ്ണാണോ എന്ന് അറിയൂല റബ്ബേ. അതറിയുന്നതാർക്കാ? അല്ലാഹ്. നാലാമത്തത് എന്തെന്നറിയോ? നാലാമത്തത് എന്തെന്നറിയോ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെന്റെ പ്രിയമുള്ളവരെ പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയൂല. ആശിഖ് ദാരിമി വഅദ് പറഞ്ഞിട്ട് ഈ വിനീതന്റെ നാട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ എത്തുമെന്ന് ഈ വിനീതന് ഉറപ്പില്ല, ഉറപ്പില്ല. അതാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. അഞ്ചാമത്തത് ഇതെന്നറിയോ? അഞ്ചാമത്തത് ഇതെന്നറിയോ? ഇവിടെ തൊപ്പി ധരിച്ച ഉപ്പമാരെ, ഇവിടെ ബർദയിട്ട് ഉമ്മമാരെ, തലപ്പാവ് ധരിച്ച ഉസ്താദുമാരെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന്, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന്, കളത്തൂരിന്റെ പ്രദേശത്ത് നിന്ന് എപ്പോഴാണ് മരിക്കുന്നത്, എപ്പോഴാണ് മരിക്കുന്നത് അതാർക്കും അറിയൂല, ആർക്കും അറിയൂല. അസ്രായീൽ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്നത് എപ്പോഴാണെന്ന് എന്റെ പ്രിയമുള്ളവരെ ആർക്കും അറിയൂല, ആർക്കും അറിയൂല. നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് അസ്രായീൽ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്ന് നിന്റെ റൂഹ് പിടിക്കണത് എപ്പോഴാണെന്ന് എനിക്കും അറിയൂല, നിങ്ങൾക്കും അറിയൂല. അല്ലേ? ചിലപ്പോ ഈ സദസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഭാര്യയുമായി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ ആയിരിക്കും എന്റെ പ്രിയപ്പെട്ടവർ അസ്രായീൽ കടന്നു വന്നിട്ട് ബാ പോകാം എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചോണ്ട് പോണത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ 5 കാര്യങ്ങൾ. ഒന്നേതാ? ഈ ലോകം അവസാനിക്കണത് എപ്പോഴാ? എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, ഇവിടെ വന്നിരുന്ന ഉസ്താദന്മാർക്ക് ആർക്കും അറിയില്ല. ഒരു വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുന്നത്, പക്ഷേ അതേത് വെള്ളിയാഴ്ചയാണെന്ന് ഒരാൾക്കും അറിയില്ല. 2 മഴ പെയ്യണത്, അല്ലേ? ഇപ്പോ ഈ കാലാവസ്ഥ നിരീക്ഷണ ആൾക്കാർ പറയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്, സാധ്യതയില്ല, അല്ലെ? അവർ ഉറപ്പിച്ചു പറയും ഇത്ര മണിക്ക് മഴ പെയ്യും എന്ന് പറയാൻ ഒരാളെ കൊണ്ട് കഴിയുകയില്ല. 3 നിന്റെ ഭാര്യയുടെ വയറ്റിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കഴിയണത് ഗർഭസമയത്ത് ആണാണോ പെണ്ണാണോ എന്ന് ഒരാൾക്കും അറിയാൻ കഴിയില്ല.
അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ സ്കാനിങ് സെന്ററിൽ കൊണ്ടുവന്നാൽ അറിയുമല്ലോ. അതെപ്പോഴാ? 5 മാസം ആകണം, 6 മാസം ആകണം. പക്ഷേ നിന്റെ ബീജത്തുള്ളി നിന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷം തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സയൻസിന് പറയാൻ കഴിയും ആണാണോ പെണ്ണാണോ കഴിയില്ല. പക്ഷെ റബ്ബിന് മാത്രമാണ് അറിയുന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. നാളെ എന്താണ് സംഭവിക്കണത്? നാളെ എന്താണ് സംഭവിക്കണത്? ഈ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിക്കണതെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. 5 എപ്പോഴാണ് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറയണതെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അറിയാകുന്നതാരാ? അല്ലാഹു പടച്ച തമ്പുരാൻ, റബ്ബാണ്, പടച്ചവനാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് അൽഹംദുലില്ലാ സഹോദര സഹോദരിമാരൊക്കെ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. പല ആളുകളും നടക്കണത് കണ്ടു കഴിഞ്ഞാൽ പടച്ചോനെ ഓനെല്ലാം അറിയാം, ഓനെല്ലാ കാര്യങ്ങളും അറിയാം, ഓനെല്ലാം തികഞ്ഞതുപോലെ ചില ആളുകൾ നടക്കണത്. എടാ അടുത്ത സെക്കൻഡിൽ നിന്റെ കാലൊന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് ആർക്കും നിശ്ചയില്ല. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കൂല എന്ന് ചിന്തിക്കണ ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്ത് നിന്ന് വിട പറയൂല എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ ഈ മക്കാമിൽ എന്റെ പ്രിയപ്പെട്ടവരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ആഖിറം ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കണവരാ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നുവരെ മരിക്കുമെന്ന് ഞാനും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഉദ്ദേശിക്കണത് എന്താ? താടി നരച്ച, മീശ നരച്ച, മുതുകൊക്കെ വളഞ്ഞ, പ്രഷറും കൊളസ്ട്രോളൊക്കെ ആകുമ്പോൾ നമ്മൾ വിട പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ കരുതണ്ട. ഏത് സമയത്തും മരിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്. ഈ മനോഹരമാകുന്ന സദസ്സിൽ വന്നിരിക്കുന്നവരോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്. ഈ സദസ്സിൽ എന്റെ പ്രിയമുള്ളവരെ ഇരിക്കുന്ന 20 വയസ്സുള്ള ചെറുപ്പക്കാരാ, 30 വയസ്സുള്ള ചെറുപ്പക്കാരാ, 40 വയസ്സുള്ള ചെറുപ്പക്കാരാ, 50, 60, 70, 80 വയസ്സുള്ള എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തിലൊരു കാര്യം പറയുകയാണ്. നാളെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയൂല. അല്ലാഹുവേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ പ്രതിഫലം കരഗതമാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് പ്രതിഫലങ്ങൾ കരഗതമാക്കാൻ ഒരു ചെറിയ വാക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മദ്രസയിൽ പഠിക്കുന്ന പ്രിയമുള്ള മക്കള്, പല ജോലികളും ചെയ്യുന്ന പ്രിയമുള്ള ഉപ്പമാര്, ഈ പറയുന്ന വാക്കുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവര് പറഞ്ഞുകൊള്ളുക. സമസ്തയുടെ മദ്രസയിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിരുന്നിട്ട് 5ാം ക്ലാസ് വരെ പഠിച്ചവര്, 6ാം ക്ലാസ് വരെ പഠിച്ചവര്, 7ാം ക്ലാസ് വരെ പഠിച്ചവര്, 10ാം ക്ലാസ് വരെ പഠിച്ചവര്, +2 വരെ എന്റെ പ്രിയമുള്ളവരെ പഠിച്ചവര്, നിങ്ങൾക്ക് ഞാനൊരു വാക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഏതെന്നറിയോ? നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയമുള്ളവരെ അറിയൂല. ആ സമയത്ത് നിങ്ങൾ പറയേണ്ട വാക്കെന്തോ? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക വദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, മരണം പ്രതീക്ഷിക്കുന്നവരാ, ഒരുപാട് രോഗങ്ങൾ പ്രതീക്ഷിക്കുന്നവരാ, ഒരുപാട് അസുഖങ്ങൾ പ്രതീക്ഷിക്കുന്നവരാ. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയമുള്ളവരെ കരുനാഗപ്പള്ളിയില്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 26 വയസ്സുള്ള ചെറുപ്പക്കാരനാ സക്കീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാ. 1 കൊല്ലം മാത്രമേ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. ഭാര്യ എന്റെ പ്രിയമുള്ളവര് 6 മാസം ഗർഭിണിയാ. ആ പ്രിയമുള്ള സഹോദരൻ എന്റെ പ്രിയമുള്ളവരെ പനി വന്നതാ, ഒരാഴ്ചയതാ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇന്നാലില്ലാ, ആ സഹോദരൻ വിട പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഏത് സമയത്തും മരിക്കുമെന്നറിയില്ല, ഏത് സമയത്ത് രോഗം വരുമെന്നറിയില്ല, ഏത് സമയത്ത് അസുഖങ്ങൾ വരുമെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു വാക്കതാ പറയുകയാണ്. ഈ പറയുന്ന വാക്കുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊള്ളുക.
അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാന്റെ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നാളെ സംഭവിക്കുന്നത് എന്തെന്നറിയാത്ത മനുഷ്യന്മാരെ നിങ്ങൾ പറയേണ്ട വാക്കെന്തോ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. നാളെ എന്താണ് സംഭവിക്കണതെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയില്ല അല്ലേ? ചില ആളുകളടുത്തൊക്കെ നമ്മൾ ചെന്നിട്ട് ചോദിക്കും, എടാ നാളെ നമുക്കൊന്ന് എറണാകുളം വരെ പോയാലോ, അതിനെന്താ പോകാന്ന് നമ്മൾ പറയും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ പറയാൻ പാടില്ല. അവിടെ നീ പറയേണ്ട വാക്കെന്താ? ഇൻഷാ അല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. നാളെ എന്താണെന്നറിയില്ല. നാളെ ചിലപ്പോ ഈ മനോഹരമാകുന്ന സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ നാളെ ചിലപ്പോ കാസർഗോഡിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിൽ കിടക്കേണ്ടി വരും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നീ എന്ത് പറഞ്ഞാലും പറയേണ്ട വാക്കെന്താ? ഇൻഷാ അല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. നമ്മളൊന്ന് ആലോചിച്ച്, ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ചില ആളുകളൊക്കെ പറയും, ഉസ്താദ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പൈസ മേടിച്ചിട്ട് എന്ത് ചെയ്യും? അട്ട് പോകും. എപ്പോഴാണ് പൈസ വരുന്നത്? ഇൻഷാ അല്ലാഹ് തരാം. അത് 1 വർഷമാകും, 2 വർഷമാകും, 5 വർഷമാകും, 10 വർഷമാകും, ചിലപ്പോൾ 50 വർഷമാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇൻഷാ അല്ലാഹ് പറയുമ്പോ അതിന്റെ അർത്ഥം പറഞ്ഞു പറയണം. ഇൻഷാ അല്ലാഹ് പറയുമ്പോ അതിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ടവർ അറിഞ്ഞിട്ട് പറയണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞാലുള്ള പ്രതിഫലം എന്താ? ഇൻഷാ അല്ലാഹ് നിന്റെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പ്രാവർത്തികമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ തരുന്ന പ്രതിഫലം എന്താ? എന്താ പ്രതിഫലം? എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ തരുന്നതെന്താ? നിന്റെ ജീവിതം എന്റെ പ്രിയമുള്ളവരെ ബറക്കത്തിലൂടെ കടന്നു പോകുന്നതാണ്. ബറക്കത്തില്ലെന്ന് പറയുന്നവര്, പ്രയാസങ്ങളാണെന്ന് പറയുന്നവര്, സങ്കടങ്ങളാണെന്ന് പറയുന്നവര്, നൊമ്പരങ്ങളാണെന്ന് പറയുന്നവര്, ഈ സദസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും പറയേണ്ട വാക്കെന്താ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ചപ്പോ ആത്മാർത്ഥമായി കൽ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? പറയിട്ടുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പറയുക, ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ആരെന്ത് ചോദിച്ചാലും എടാ നാളെ ഇവിടെ വരെ വരാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കട്ടെ, കൽ പറഞ്ഞിട്ട് പറയണം അല്ലേ? അല്ലാതെ ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ട 26 വയസ്സുള്ള സക്കീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാ, കരുനാഗപ്പള്ളി, ഒന്നുമില്ല, ഒരാഴ്ച ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ന്യൂമോണിയ കൂടി കഫം എന്റെ പ്രിയപ്പെട്ടവർ അവനെ ലങ്സിൽ നിറഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലെങ്കിലോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലെങ്കിലോ അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ കൊച്ചാപ്പാടെ പേരല്ല സുലൈമാൻ, ആരാ? സുലൈമാൻ നബി അലൈഹി സ്വലാം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ പറയുകയാണ്, ഞാൻ എന്റെ 70 ഭാര്യമാരുമായിട്ട് ഇന്ന് രാത്രിയിൽ ബന്ധപ്പെടും. എന്താ പറയണത്? 70 ഭാര്യമാരുമായിട്ട് ഞാൻ ഇന്നത്തെ രാത്രിയിൽ ബന്ധപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ 70 ഭാര്യമാരോ? അതിനൊക്കെ ആരോഗ്യം ഉണ്ടാവും? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 60 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഞാനും നിങ്ങളും ഒക്കെ 4 കെട്ടാൻ ആഗ്രഹിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് സുലൈമാൻ നബിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 70 അല്ലേ, എത്രയും കെട്ടിക്കൂടെ? അല്ലെ? സുലൈമാൻ നബി എന്ന് പറയണ വലിയ പവറുള്ള മനുഷ്യനല്ലേ? വലിയൊരു സാമ്രാജ്യത്തിന്റെ വലിയൊരു ഭരണാധികാരിയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാൻ നബി പറയുക, എന്റെ 70 ഭാര്യമാരുമായിട്ട് ഞാൻ ഇന്നത്തെ രാത്രിയിൽ ബന്ധപ്പെടും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇന്നത്തെ രാത്രിയിൽ എന്റെ ഭാര്യമാരാകുന്ന 70 പേരുമായിട്ട് ഞാനത് ബന്ധപ്പെടുന്നത്
എന്നിട്ടുണ്ടല്ലോ ആ 70 ഭാര്യമാരിൽ നിന്ന് കിട്ടുന്ന ഓരോ മക്കളെയുണ്ടല്ലോ ഞാനതോ പടച്ചവന്റെ മാർഗത്തിൽ പറഞ്ഞു വിടുന്നത് എന്നതാ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറയുകയാണ്. 70 ഭാര്യമാരുമായിട്ട് എന്റെ പ്രിയമുള്ളവരെ സുലൈമാൻ നബി ബന്ധപ്പെടുകയാണ്. എന്നിട്ടതാ പടച്ച തമ്പുരാൻ 70 മക്കളെ കൊടുക്കുന്നില്ല. 69 മക്കളെ പടച്ച തമ്പുരാൻ എന്റെ പ്രിയമുള്ളവരെ വെട്ടുകയാണ്. പടച്ച തമ്പുരാൻ കൊടുക്കുന്നതാരെയാ? ഒരാളെയാ, ഒരു കുട്ടിയെയാ. 70 മക്കളെ ആഗ്രഹിച്ച സുലൈമാൻ നബി ഉണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ വേവലാതിപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പടച്ചവനെ 70 മക്കളെയാണല്ലോ റബ്ബേന നിന്നോട് ചോദിച്ചത്, എന്നിട്ടെന്താണ് 69 മക്കളെ റബ്ബേ നീ തരാനതെന്ന് എന്റെ പ്രിയമുള്ളവര് സുലൈമാൻ നബി ചോദിക്കുകയാണ്. ആ സമയത്ത് പടച്ചവനതാ പറയുകയാണ്, സുലൈമാൻ നബിയേ നിങ്ങൾ ഇൻഷാ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു പടച്ച തമ്പുരാൻ എന്റെ പ്രിയപ്പെട്ടവരെ സുലൈമാൻ നബിക്ക് പറഞ്ഞു കൊടുത്തു. നോക്കി നിങ്ങൾ 70 ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 70 മക്കളെയും ഞാൻ എന്ത് ചെയ്യും പടച്ചോന്റെ മാർഗത്തിൽ വിടുമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ആകെ ഒരു മക്കളെയാണ് പടച്ചോൻ കൊടുത്തത്. ബാക്കി 69 അള്ളാഹു വെട്ടിക്കളഞ്ഞു. എന്തേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് പറയോ എന്നൊരു ഇൻഷാ അല്ലാഹ് ഒരു ഒച്ചയെ പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാ, സ്വർഗം വേണ്ടേ? സ്വർഗം വേണ്ടേ? സ്വർഗം വേണ്ടൊന്ന് കൈവക്കുക നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് എന്നാ താത്തിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പുണ്ടോ? പോകുന്നു ഉറപ്പുണ്ടോ? ഉണ്ടോ? നമ്മുടെ കയ്യിലിരിപ്പുണ്ട് പോകുന്നു തോന്നുന്നുണ്ടോ? എത്ര വഴുതി ഞാൻ പറഞ്ഞാലും എനിക്കുറപ്പില്ല സ്വർഗം അത് തരുമെന്ന്. നിങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടോ? നിങ്ങൾ എത്ര നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും, നോമ്പ് നോറ്റിയിട്ടുണ്ടെങ്കിലും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും, ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഉംറ ചെയ്തിട്ടുണ്ടെങ്കിലും, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കണത് എന്തിനാ? എന്റെ ചങ്ങാതിമാരെ, അല്ലാഹുവേ പടച്ചവനെ മഹനീയമാകുന്ന സദസ്സിലേക്ക് ഞാനും നിങ്ങളുമെല്ലാം കടന്നു വന്നതെന്തിനാ? ഇൻഷാ അല്ലാഹയുടെ പ്രതിഫലം എന്റെ പ്രിയമുള്ളവരെ പഠിച്ചതെന്തിനാ? സുലൈമാൻ നബിയുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിച്ചതെന്തിനാ? അല്ലാഹുവേ തുടക്കത്തിലാണ് പറഞ്ഞു തന്ന 5 അറിവുകൾ പറഞ്ഞു തന്നതെന്തിനാ? അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന്റെ മഹത്വത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആശികധാരിമി എന്റെ പ്രിയമുള്ളവരെ വഴുത് പറയുന്നത്, ഇവിടെ നിങ്ങൾ വഴുത് കേൾക്കാൻ കടന്നു വരുന്നത്, ഈ മഹാന്റെ ചാരത്ത് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നത്, പടച്ചവന്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നത്, റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഉംറ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, നന്മകൾ ചെയ്യുന്നത്, ഖുർആനുകൾ ഓതുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവര് അബൂ മുസല്ലി അശ്അരി തങ്ങളുമായിട്ട് ഒരു തോട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് ഒരു തോട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. ആ സ്വർഗത്തിന്റെ ആ തോട്ടത്തിന്റെ വാതിക്കൽ എന്റെ പ്രിയമുള്ളവര് കാവൽക്കാരനായിട്ട് ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങള് ഇരിക്കുകയോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവര് ആ തോട്ടത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ ഒരാൾ വന്നുകൊണ്ട് തോട്ടത്തിന്റെ വാതിക്കൽ വന്നുകൊണ്ട് മുട്ടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇഫ്തഹൂ വബശിറുഹു ഫിൽ ജന്നാ. അബൂ മുസല്ലി അശ്അരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂ മുസല്ലി അശ്അരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ആ വാതിലുണ്ടല്ലോ തുറക്കുക. ഇഫ്തഹൂ
ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുക. വബശിർഹു ഫിൽ ജന്ന. എന്നിട്ട് ആ കടന്നു വരുന്ന അതിഥിയോട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊള്ളുക. ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങളുടെ പ്രിയമുള്ളവര്, ആ തോട്ടത്തിന്റെ വാതിലിങ്ങനെ തുറന്നു നോക്കുമ്പോ ആരെന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. രണ്ടാമതെന്റെ പ്രിയമുള്ളവര്, ആരോ വന്നുകൊണ്ട് വാതിലിൽ ഇങ്ങനെ കൊട്ടുകയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇഫ്തഹൂ വബശിർഹു ഫിൽ ജന്ന. വാതിലൊന്ന് തുറന്നു കൊടുത്തിട്ട് രണ്ടാമത് കടന്നു വരുന്ന ആൾ കൊണ്ടല്ലോ സ്വർഗത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അതാരെന്നറിയോ? ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങള് ആ വാതിലൊന്ന് തുറക്കുമ്പോ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത് ഒരാൾ വന്നുകൊണ്ട് വാതിക്കൽ വന്നുകൊണ്ട് തൊട്ടുകയാണ്. ഒരാൾ വന്നുകൊണ്ട് വാതിക്കൽ വന്നുകൊണ്ട് കൊട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇഫ്തഹൂ വബശിർഹു ഫിൽ ജന്ന. ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുക. എന്നിട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്നാമത് കടന്നു വരുന്ന ആൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണേ. ഒരാൾക്ക് നിങ്ങൾ കാര്യം പറഞ്ഞു കൊടുക്കണേ. എന്തെന്നറിയോ? സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നതാ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങള് ആ വാതിലിങ്ങനെ തുറക്കുകയാ. അതാരെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നാലാമത് അലിയാർ തങ്ങൾ കടന്നു വരികയാണ്. 4 പേര് കടന്നു വന്നപ്പോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോ ഉസ്മാൻ തങ്ങളോട്, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറയുകയാണ്, ഉസ്മാനേ, സ്വർഗം നിനക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നതാണ്. ഒരുപാട് നൊമ്പരങ്ങൾ സഹിക്കേണ്ടി വരുന്നതാണ്. ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരുന്നതാണ്. സ്വർഗം വേണോ ചെറുപ്പക്കാരോ? സ്വർഗം വേണോ പെങ്ങളെ? സ്വർഗം വേണോ പ്രിയമുള്ള മക്കളെ? കളത്തൂര് ജാറത്തിന്റെ ഉറൂസിന് വന്ന് കടന്നിരിക്കുന്നവര് സ്വർഗം ലഭിക്കുമെന്ന് കരുതണ്ട. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിന് 5 ഗുണങ്ങളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പഠിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകാൻ പോവുകയാണ്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന സാധുക്കൾക്ക് അല്ലാഹ് സ്വർഗമെന്ന് പറയുന്ന മഹനീയമാകുന്ന പ്രതിഫലം റഹ്മാന് തരണേ അല്ലാഹ്, തരണേ അല്ലാഹ്. അബൂബക്കർ തങ്ങൾ കടന്നു വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നീ സ്വർഗത്തിലാ. ഉമർ തങ്ങൾ കടന്നു വന്നു, ഉമറെ, നീയും സ്വർഗത്തിലാ. അലിയാർ തങ്ങൾ കടന്നു വന്നു, അപ്പോഴും പറഞ്ഞു, അലിയെ, നീയും സ്വർഗത്തിലാ. ഉസ്മാൻ തങ്ങൾ കടന്നു വന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്മാനെ, നീ സ്വർഗത്തിലാ. പക്ഷേ കുറച്ച് കടമ്പകൾ, കുറച്ച് പ്രയാസങ്ങൾ നീ സ്വർഗത്തിൽ കടക്കണതിന് മുമ്പ് ചെയ്യേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ചേ, ഉസ്മാൻ തങ്ങൾ ആരാ? ഉസ്മാൻ തങ്ങളോട് പറയാൻ നബി തങ്ങൾ ഒരുപാട് കടമ്പകൾ സ്വർഗത്തിലേക്ക് കടക്കാനുണ്ടെന്ന് അല്ലെ? നമ്മളിപ്പോ ഈ കളത്തൂര് ജാറത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക കൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, ഓ, അത് കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുന്ന. ചില ആളുകളുടെ വിചാരം പള്ളിയിൽ ഒന്ന് ഇങ്ങനെ ഇട്ടിങ്ങനെ ഒരക്കുക,
ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് നിസ്കാരത്തിനമ്പൊക്കെ ഉണ്ടാക്കി ഓരോ വിചാരം ഒരു സ്വർഗത്തിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ സംശയ. നമ്മൾ റമളാനിലും മറ്റുള്ള സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ കൃത്യമായി നോക്കുന്നവരാ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കണത് പടച്ചോനെ സ്വർഗം കിട്ടുമെന്ന, എത്ര വാഴ്ന്നു പറഞ്ഞാലും സ്വർഗം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഒരുപാട് കടമ്പകളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജീവിതത്തിലെ 4-5 ഗുണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ആ വഴികൾ പറഞ്ഞു തന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് വിട പറയാൻ പോവുകയാണ്. അല്ലാഹു പടച്ച തമ്പുരാൻ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കുവാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾക്കില്ലാത്തൊരു സാധന, ഇന്ന് നമ്മക്കാർക്കും ഇല്ലാത്തൊരു സാധന, ഉസ്മാൻ തങ്ങൾക്ക് ഈ ഒരു സാധനം കൂടുതലാ. എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ സ്വർഗം കൊണ്ടറിയിച്ച വ്യക്തിയാണല്ലോ ഉസ്മാൻ തങ്ങൾ. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ പഠിക്കണ്ട ഒന്നാമത്തെ ഗുണപാഠം എന്താ? മഹാമാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തില് ഒന്നാമത്തെ മഹനീയമാകുന്ന സ്വഭാവം എന്താ? ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതെന്താ? ലജ്ജയാണ് ചെറുപ്പക്കാരാ, ലജ്ജയാണ് ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങൾക്ക് ലജ്ജയാണ്, ഉസ്മാൻ തങ്ങൾക്ക് ലജ്ജ കൂടുതലാണ്. ഈ മഹനീയമാകുന്ന കളത്തൂര് ജാറത്തിന്റെ പരിപാടിക്ക് വന്ന് കടന്നിരിക്കുന്ന, കളത്തൂർ ഉറൂസ് വരുമ്പോ ഇവിടെ വന്നിരിക്കുന്ന പ്രിയമുള്ള ഉമ്മമാര്, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ ചോദിക്കുകയാണ്, ഇന്ന് ലജ്ജ നമുക്ക് പെങ്ങൾക്കില്ലാത്ത കാലഘട്ടമാ, ഇന്ന് ചെറുപ്പക്കാർക്ക് ലജ്ജയില്ലാത്ത കാലഘട്ടമാ. ഉപ്പമാരുടെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ നാണമില്ലാതെ നമ്മുടെ പ്രിയമുള്ള മക്കള് തുണിയില്ലാതെ പോലും നടക്കുന്ന കാലഘട്ടമാ. ബദിയെടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരോ? കണ്ടില്ലേ ചെറുപ്പക്കാരാ? ഒരു ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയുടെ കാമുകൻ എന്റെ പ്രിയമുള്ളവരെ. ആ ഉമ്മയുണ്ടല്ലോ സ്വന്തം പ്രിയപ്പെട്ട പൊന്നുമോളെ കാഴ്ചവെച്ചെന്ന് അല്ലാഹുവേ നമ്മുടെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോ എവിടെ പോയി ചെറുപ്പക്കാരാ ലജ്ജയെന്ന് പറയുന്നത്? എവിടെ പോയി പെങ്ങളെ ലജ്ജയെന്ന് പറയുന്നത്? അതുകൊണ്ട് ലജ്ജയില്ലാത്തവനുണ്ടല്ലോ സ്വർഗത്തിലേക്ക് കടക്കൂല. ലജ്ജയില്ലാത്തവനുണ്ടല്ലോ സ്വർഗത്തിലേക്ക് കടക്കൂല. ലജ്ജ അത് എനിക്കും നിങ്ങൾക്കും വേണം. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം ലജ്ജയാണ്. ഉസ്മാൻ തങ്ങൾക്ക് ലജ്ജയോട് ലജ്ജയാണ്. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത വിനയമാണ് ലജ്ജ കാരണമായിട്ട്, അല്ലേ? ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ലജ്ജ ഉണ്ടോ? ലജ്ജ ഉണ്ട്. ഇപ്പൊ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ചെറിയ മുണ്ടെടുത്തിട്ടല്ലേ, ഇവിടെ എന്താ പറയുക, തോർത്ത് മുണ്ട്, അത് എടുത്തിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് പുറത്തൊക്കെ വലിയ നിസ്കാരത്തഴമും തൊപ്പിയും നമ്മൾ നല്ല ജുബ്ബയൊക്കെ ഇട്ട് നടക്കണവരായിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ എങ്ങനെയാ നമ്മൾ നടക്കണേ? നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ എങ്ങനെ നടക്കണേ? ചില സ്ഥലത്തൊക്കെ വഅദിന് ചെല്ലുമ്പോ, ഭക്ഷണം കഴിക്കാൻ ചില വീട്ടിൽ കയറി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ചില മക്കള് വരണത് കാണണം, മുട്ടിന്റെ മേലുള്ള ട്രൗസറൊക്കെ ഇട്ടുണ്ടാ കടന്നു വരണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ വലിയ ഈമാനുള്ളവനാ, പക്ഷേ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ട്രൗസറും ബനിയനിട്ട് നടക്കുന്നവനാണെങ്കിൽ എന്താ അവസ്ഥ? അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ എന്റെ വീടല്ലേ ഉസ്താദേ, ഞങ്ങളുടെ ചുമരിന്റെ ഉള്ളിന്റെ ഉള്ളറയിലല്ലേ ഉസ്താദ് എന്ന് നിങ്ങൾ ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, എടാ നിന്റെ പ്രിയപ്പെട്ട പെങ്ങളാ വീട്ടിലില്ലേ? നിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിന്റെ വീട്ടിലില്ലേ? നിന്റെ ഔറത്താ പെങ്ങളല്ലേ കാണണത്? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം ലജ്ജയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കുണ്ടോ? ഉണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, ചില സഹോദരിമാരുടെ വസ്ത്രധാരണ കാണുമ്പോ നമുക്ക് തന്നെ ഒരു നാണം വരുന്ന രീതിയിലാ ചില പെണ്ണുങ്ങളുടെ ഒക്കെ ഡ്രസ്സ്, അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കണം 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണ്. ഒന്ന്, ഭാര്യയുടെ കിടപ്പ് രഹസ്യം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്നവൻ ഭർത്താവ് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ?
ഇപ്പൊ 23, 24, 25 വയസ്സിലൊക്കെ കല്യാണം കഴിക്കണ ചില ചങ്ങാതിമാരുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചില ഹമുക്കിങ്ങളാകുന്ന കൂട്ടുകാർ വന്നിട്ട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നടാ ഇന്നലെ എന്ന് ചോദിക്കും. ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു അളിയാന്ന് ചോദിക്കും. ഈ ചങ്ങാതി അപ്പൊ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്നും പറയണ്ടളിയോ എന്ന് പറഞ്ഞിട്ട് എന്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എടാ, തമാശക്കാണെങ്കിലും ഭാര്യയുമായിട്ടുള്ള കിടപ്പിറ രഹസ്യം നീ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ എടാ നീ നരകത്തിലാണ്, നീ നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടേതെന്നറിയോ? ഭാര്യ ഹറാമ് ചെയ്യുമ്പോ, ഭാര്യ എന്റെ പ്രിയപ്പെട്ടവരെ തിന്മകൾ ചെയ്യുമ്പോ അതിൽ കൂട്ടി നിൽക്കണ ഭർത്താവാരാ, അവൻ നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കടന്നു വരിക. വീട്ടിൽ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഭാര്യ TV കാണുക. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയോട് പറയാൻ കഴിയണം, ആ TV നിർത്താൻ പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ചില ആളുകൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പേടിച്ചിട്ടാ, പടച്ചവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ചില ആളുകൾ പേടിച്ചിട്ടാ. അല്ലാഹീമ നൽകട്ടെ. മൂന്നാരെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എടാ ഭാര്യയുടെ അടിമയായി ജീവിക്കണവര്, എടാ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ചു നടക്കണ ചില ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ചങ്ങാതിമാരുണ്ട്, അവര് നരകത്തിലേക്കുള്ള ഭർത്താക്കന്മാരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ചില ഭാര്യമാരുടെ അടിമയായിട്ട് ഭാര്യമാരെ പേടിയാ. ഭാര്യമാര് പറയാ, ഇക്ക ഇങ്ങ് വാ ഓ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ തലയും കുണിച്ചിരിക്കണ ചില ഭർത്താക്കന്മാരുണ്ട്, അവര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഭാര്യ ഹറാമ് ചെയ്യുമ്പോ ആ ഹറാമിന് കൂട്ടു നിൽക്കണ ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ഇന്ന് എങ്ങനത്തെ വസ്ത്രം ധരിക്കണേ? ഇപ്പോ പെരുന്നാളിന്റെ തലേന്ന് വസ്ത്രം എടുക്കാൻ വേണ്ടി കെട്ടിയവനും ഭർത്താവും ഭാര്യയും മക്കളും കൂടി പോകും. ഭാര്യ കടയിൽ കയറി ചെന്നിട്ട് പറയും, വലിയ അബായ, വലിയ കോട്ട്, അസ്രായിൽ റൂഹ് പിടിക്കാൻ വരണത് പോലെ. ചില ആളുകളുടെ വിചാരം അസ്രായിൽ വരണത് വലിയ വീതിയുള്ള കോട്ടൊക്കെ ഇട്ട് അങ്ങനെ വരണത് നമ്മുടെ വിചാരം. എന്ത് ചെയ്യും? നമ്മൾ കടയിൽ കയറി ചെന്നിട്ട്, ഏതെങ്കിലും ഒരു കടയിൽ കയറി ചെന്നിട്ട് പറയും വലിയ ബർദ എടുക്കാൻ പറയും. നമ്മൾ ഓർക്കും നമ്മുടെ ഭാര്യക്ക് വലിയ തക്കവ ഈമാനൊക്കെ ഉറച്ചു, പടച്ചോനെ അവളുടെ ബർദ കണ്ടില്ലേ, വലിയ വീതിയുള്ളതാ, ടൈറ്റ് ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മേടിക്കും. 25,000 50,000 ഒക്കെ കൊടുത്ത് നമ്മൾ ബർദ മേടിക്കും. ബർദ മേടിച്ചിട്ട് നേരെ ഇറങ്ങണം അങ്ങോട്ടാ. ഈ ബർദക്കടയുടെ തൊട്ടടുത്തൊരു സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടാവും. ബർദക്കടയുടെ തൊട്ടടുത്തൊരു തയ്യൽ കടയുണ്ടാവും, നുന്നുന്ന കടയുണ്ടാവും, സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ഈ ബർദയും കൊണ്ട് പൊളിച്ചിട്ട് കൊടുത്തിട്ട് പറയും, എന്റെ ഭാര്യയുടെ ശരീരത്തിന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും? ബർദ അടിച്ചു കൊടുക്കാൻ പറയണ ചില ചങ്ങാതിമാരുടെ ഉളുപ്പില്ലാത്തവര്. എടാ, ഭാര്യക്ക് നാണമില്ല, നിനക്കോ നാണം വേണ്ടേ? ഭാര്യക്ക് നാണമില്ല. ചില പെണ്ണുങ്ങളുണ്ട് ബനിയൻ ക്ലോത്ത് എന്ന് പറയും, ബനിയൻ ക്ലോത്ത് വലിച്ചാൽ ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും, അങ്ങനത്തെ ബർദ. സുബ്ഹാനല്ലാഹ്. ചില പെണ്ണുങ്ങൾ ബർദ ധരിക്കണത് കണ്ടാൽ നമ്മൾ ആലോചിച്ചു, എന്തിനാ ധരിക്കണേ? അതിനെക്കാട്ടിലും അവൾ തുണിയില്ലാതെ നടക്കണേ. ചില പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ധരിക്കണമെന്ന് പോലും നമ്മൾ തോന്നിപ്പോകും. കാരണം ശരീരത്തിന്റെ വടിവുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ബർദ ധരിക്കുക. ഈ ബർദ എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ബർദ എന്തിനാ? നമ്മുടെ ഔറത്ത് മറക്കാൻ വേണ്ടിട്ടല്ലേ? ആരും കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ ചില പെണ്ണുങ്ങൾക്ക് എന്താ ബർദ ധരിക്കണം? എന്താ ബർദ ധരിക്കണം? അതാകുമ്പോ സുഖമാണല്ലോ. കാരണം അകത്ത് നൈറ്റ് ഇട്ടാലും പുറത്തേക്ക് ഒരുങ്ങൊന്നും വേണ്ട, പെട്ടെന്ന് എടുത്തങ്ങോട്ട് ഇട്ടാൽ മതി. ഒരാഴ്ച അലക്കിയില്ലേലും കുഴപ്പമില്ല, അരിക്ക് പറ്റിയാലും അറിയൂല. അതാണ് ഈ ബർദയുടെ പ്രത്യേകത. പല ആൾക്കാരുടെ വിചാരം അതിനാണ് ബർദ എന്നാ. അതിനല്ലല്ലോ. ഇനി നിനക്ക് ഉളുപ്പ് വേണ്ടേ, നാണം വേണ്ടേ, ലജ്ജ വേണ്ടേ? ആ വസ്ത്രം ധരിക്കുമ്പോ നിന്റെ വസ്ത്രധാരണ കൊണ്ട് നിന്റെ അവയവങ്ങൾ പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. പക്ഷെ ചില ആളുകൾ ധരിക്കുമ്പോ അവരുടെ മാറും, അവരുടെ പൊക്കിളും, അവരുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് കടന്നു പോകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലജ്ജ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ്. അത് ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ഉള്ളതാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. ഹബീബിന്റെ ഒരു ചരിത്രമുണ്ട് ലജ്ജയെ സൂചിപ്പിക്കുന്ന. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയില് പ്രിയമുള്ള ഭാര്യയാകുന്ന ആയിഷ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവര്, പ്രിയമുള്ള ഭാര്യയാകുന്ന ആയിഷ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്ന അബൂബക്കർ തങ്ങള് കടന്നു വരിക.
വരികയാ. അബൂബക്കർ തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ കമീസ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കുകയാ. അബൂബക്കർ തങ്ങൾ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ ചാര വന്നിട്ട് സലാമുണ്ടല്ലോ പറയുകയാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ സലാമുണ്ടല്ലോ മടക്കുകയാ. എന്നിട്ടതാ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ കടന്നു പോവുകയാണ്. രണ്ടാമതെന്റെ പ്രിയമുള്ളവര് ഉമർ തങ്ങൾ കടന്നു വരികയോ. ഉമർ തങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കമീസ് ഉണ്ടല്ലോ പൊങ്ങിയിരിക്കുകയോ. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ സംസാരിക്കുകയാണ്. മൂന്നാമതെന്റെ പ്രിയമുള്ളവര് അലിയാര് തങ്ങൾ കടന്നു വരികയാണ്. കമീസന്റെ പ്രിയമുള്ളവരെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അള്ളാന്റെ റസൂൽ അനങ്ങുന്നില്ല. നാലാമതോ ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ പെട്ടെന്ന് എന്റെ പ്രിയമുള്ളവരെ വസ്ത്രങ്ങളതാ ശരിയാക്കുകയാ. കമീസന്റെ പ്രിയമുള്ളവരെ നേരെ ഇടുകയാണ്. എന്തെന്നറിയോ, ഉസ്മാൻ തങ്ങൾ കടന്നു വന്നുകൊണ്ട് സലാം പറയുകയാണ്. നബി തങ്ങളുമായി സംസാരിക്കുകയാണ്. നബി തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമുണ്ടല്ലോ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളോട് സലാം പറഞ്ഞിട്ട് ഉസ്മാൻ തങ്ങൾ കടന്നു പോവുകയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പോകുമ്പോ പ്രിയമുള്ള ഭാര്യയാകുന്ന ആയിഷ ഉമ്മ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ നബിയേ, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പ കടന്നു വന്നല്ലോ നബിയേ, ഉമർ കടന്നു വന്നല്ലോ നബിയേ, അലിയാര് കടന്നു വന്നല്ലോ നബിയേ, ഈ മൂന്ന് പേര് കടന്നു വന്നപ്പോ നിങ്ങളുടെ കമീസ് ഉണ്ടല്ലോ അത് നിങ്ങൾ മറച്ചില്ലല്ലോ നബിയേ. എന്നാൽ ഉസ്മാൻ തങ്ങൾ കടന്നു വന്നപ്പോ നിങ്ങളുടെ ഔറത്തുണ്ടല്ലോ, നിങ്ങളുടെ കമീസ് ഇങ്ങനെ പൊക്കി നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടപ്പോ അത് പെട്ടെന്നെന്തേ താഴ്ത്തിയിട്ടത് നബിയേ. ഉടൻ തന്നെ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഉസ്മാൻ ലജ്ജയാണ് ആയിഷ, ഉസ്മാൻ ലജ്ജയാണ് ആയിഷ എന്നെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ലജ്ജ ഇന്ന് നമ്മുടെ മക്കൾക്കുണ്ടോ? ഇന്ന് നമ്മുടെ മക്കളുണ്ടല്ലോ പർദ്ദ ധരിച്ചുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട്, തൊപ്പിയിട്ടുകൊണ്ട്, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ഹറാമ് ചെയ്യുന്ന കാലഘട്ടമാണ്, കള്ളു കുടിക്കുന്ന കാലഘട്ടമാണ്, ലോട്ടറി എടുക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിലെ എന്റെ പ്രിയമുള്ളവരെ 5 വഖത്ത് നമസ്കരിക്കാൻ വരുന്ന ഹാജിയാരാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ പോക്കറ്റില് ലോട്ടറി ഇട്ടുകൊണ്ട് നമസ്കരിക്കാൻ വരുന്ന ഹാജിയാരാ. എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഖുർആനില് ഒരു ആയത്തിനാൻ ഓതുകയാ. ഈ ആയത്തുണ്ടല്ലോ, ലജ്ജയില്ലാത്ത ചെറുപ്പക്കാരാ, ലജ്ജയില്ലാത്ത ചെറുപ്പക്കാരാ, ഈ മനോഹരമാകുന്ന ഉറൂസ് നടക്കുമ്പോ ഈ ഉറൂസിനെതിരെ എന്നെ പ്രിയമുള്ളവരെ പ്രവർത്തിച്ചവരെ ഈ പറയുന്ന ആയത്തുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഏതെന്നറിയോ, ഏതെന്നറിയോ, വത്തഖൂ യൗമൽ തുർജഊൻ. എടാ ചെറുപ്പക്കാരാ, പടച്ചവനിലേക്ക് മടങ്ങേണ്ടി വരുന്നതാടാ. നീ മരിക്കുമെടാ. ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത, ഉളുപ്പില്ലാത്ത ചങ്ങാതിമാരെ, നീ മരിക്കേണ്ടതാടാ, നീ മരിക്കുന്നതാടാ, റബ്ബിലേക്ക് മടങ്ങുന്നതാടാ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഉസ്മാൻ തങ്ങള് ഒന്നാമത്തെ സ്വഭാവത്തിന്റെ ഗുണമേതാ? ലജ്ജയാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമുക്കിന്ന് ലജ്ജയില്ല. ചിലപ്പോ നിസ്കാരത്തിൽ നമുക്ക് ഉണ്ടാവും, പക്ഷെ പോക്കറ്റിൽ ലോട്ടറി ഇട്ടിട്ട് ആ ചങ്ങാതി നിസ്കരിക്കാൻ വരണേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, എടാ 95% മുസ്ലിമീങ്ങൾ ലോട്ടറി എടുക്കണവരാ. 95% മുസ്ലിമീങ്ങൾ ലോട്ടറി എടുക്കുന്നവരാ. ഇനി നാളെ ക്ലിപ്പാക്കുന്ന ആക്കി കുഴപ്പമൊന്നുമില്ല. 95%. കാരണം എന്തേ? കാരണം എന്തേ? 10 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 10 കോടി, 50 കോടി, 100 കോടിയൊക്കെ അടിക്കുമ്പോഴേ പത്രത്തിൽ ഫോട്ടോ വരും.
2000 രൂപ അടിച്ചാൽ ലോട്ടറിയുടെ വരുവോ? ഫോട്ടോ വരുവോ? ഇല്ല. 10,000 അടിച്ചാൽ വരുവോ? ഇല്ല. 50,000 അടിച്ചാൽ വരുവോ? ഇല്ല. 1 ലക്ഷം അടിച്ചാൽ വരുവോ? ഇല്ല. 5 ലക്ഷം 10 ഒക്കെ അടിച്ചാലേ വരുത്തുള്ളൂ. ഇപ്പൊ ചില ചങ്ങാതിമാരുണ്ട്, ചില ചങ്ങാതിമാർക്ക് ഈ ലോട്ടറി എടുക്കുന്നതിന് ട്രിക്ക് അറിയാം അല്ലെ. ഈ ചില ലോട്ടറി ഉണ്ട്, ഇങ്ങനെ കട്ടിക്ക് കിട്ടുന്ന ലോട്ടറി ഉണ്ട്. ഒരു സെറ്റിൽ തന്നെ 10-20 സെറ്റ് കിട്ടുന്ന ഒരു ലോട്ടറി ഉണ്ട്. ഈ ലോട്ടറിക്ക് ചെറിയ ട്രിക്ക് ഉണ്ടെന്ന് ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു ചങ്ങാതിനോട് പറയാ, ഉസ്താദ് ഇതെടുക്കുന്നതിന് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. ഓൻ എന്നെ പഠിപ്പിച്ചുക. എന്താ പറയുന്നത്? ഉസ്താദ് ഈ ലോട്ടറി എടുക്കുന്നതിന് ട്രിക്ക് ഉണ്ട്. സ്ഥിരം എടുക്കുന്നവരാണെങ്കിൽ ഇതിനൊരു നമ്പർ ഉണ്ട്. ഈ നമ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കും. ചില ചങ്ങാതിമാരെന്ത് ചെയ്യും? ഒരു കെട്ടിന് പോയിട്ട് ലോട്ടറി എടുക്കും. അപ്പൊ 2000, 3000, 4000, 10,000 ഒക്കെ ഡെയിലി ലോട്ടറി അടിക്കുന്ന ചില മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹീമ നൽകി അനുഗ്രഹിക്കണം. പത്രത്തിൽ വന്നാലേ നമുക്ക് നാണക്കേടുള്ളൂ. പത്രത്തിൽ വന്നാലേ നാണക്കേടുള്ളൂ. പത്രത്തിൽ വന്നില്ലെങ്കിൽ ആരെങ്കിലും അറിയൂല. അണ്ട് പള്ളിക്ക് സ്വതക്ക. ഓ, കളത്തൂര് ജാറത്തില് ഉറൂസിന് എന്റെ വക 250 രൂപ ലോട്ടറി അടിച്ച പൈസ ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അല്ലാഹീമ നൽകി അനുഗ്രഹിക്കട്ടെ.